അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ശുദ്ധ ഖുർആനിൽ നാം പാരായണം ചെയ്യുന്ന ഒരു ആയത്താണിത്. അള്ളാഹുവിൻ്റെ വഴിയിൽ യുദ്ധം ചെയ്ത് അള്ളാഹുവിൻ്റെ വഴിയിൽ ഷഹീദായവരെ നിങ്ങൾ വിചാരിക്കേണ്ട അവർ മരണപ്പെട്ടുപോയി എന്നുള്ളത്. താൽക്കാലികം ഭൗതികമായ ലോകത്തു നിന്ന് അവരിങ്ങോട്ട് നമ്മുടെ കൺമുമ്പിൽ നിന്ന് അവർ മറിഞ്ഞെങ്കിലും ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, നൽകപ്പെടേണ്ടതൊക്കെയും അവർക്ക് നൽകപ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിപ്പുള്ളവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് ഓതുമ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, പ്രത്യേകിച്ചും പരിശുദ്ധമായ റമദാനിൻ്റെ 17ാമത്തെ ദിവസമാകുന്ന ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മഹാന്മാരായ ബദർ ശുഹദാക്കളെയാണ്. അവരെ അനുസ്മരിക്കാതെയും അവരെ ചിന്തിക്കാതെയും അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതാതെ നമുക്ക് കഴിയില്ല. അള്ളാഹു ആ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തിയുള്ളതാക്കി തരട്ടെ. കാരണം ബദരീങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള ആയുധം അത് ഈമാൻ മാത്രമാണ്. അന്തുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളുടെ കയ്യിൽ ഈമാനുണ്ടോ എവിടെയും നിങ്ങൾ വിജയിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പ് കുറേ യുദ്ധത്തിൽ സംബന്ധിച്ച് മുമ്പ് ഇതുപോലെ ഒരുപാട് യുദ്ധത്തിൽ സംബന്ധിച്ച് പോരാടിയവരൊന്നുമല്ല ബദരീങ്ങൾ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്നത്. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നാൽ അവർ ആ റമദാൻ 17 നോമ്പുകാരായിട്ട് പോലും ഇസ്ലാമിൻ്റെ കൽപ്പനയ്ക്ക് വഴങ്ങിക്കൊണ്ട്, ഒരിക്കലും ഇസ്ലാം യുദ്ധത്തിനെ അനുകൂലിക്കുന്നില്ല, യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. 70-ൽ പരം ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞത് യുദ്ധം വേണ്ട എന്നാണ്. ആ നിലക്ക് തന്നെയാണ് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചത്. പക്ഷേ അവസാനം നിർബന്ധിത ഘട്ടത്തിൽ ശത്രുക്കൾ എല്ലാ നിലക്കും വന്ന് ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അതിനെ പ്രതികരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ഒരാളെയും അങ്ങോട്ട് പോയിട്ട് ആക്രമിച്ച മതം അല്ല ഇസ്ലാം. ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുമില്ല. ആക്രമിക്കുന്നവർ യഥാർത്ഥ മുസ്ലിമുമല്ല. അക്രമം ഒരു നിലക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ചില നിർബന്ധ ഘട്ടത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പാവപ്പെട്ട 313 വരുന്ന അസ്ഹാബുൽ ബദർ ശുഹദാക്കൾ 1000-ഓളം വരുന്ന എല്ലാ നിലക്കും സന്നദ്ധ സേനയായ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് ഏറ്റുമുട്ടേണ്ടി വന്നപ്പോൾ അള്ളാഹു ബദരീങ്ങളുടെ ആ ഈമാൻ എന്ന് പറയുന്ന ആ വലിയ ശക്തി, ഈമാൻ എന്ന് പറയുന്ന ആ വലിയ ആയുധം, അത് ഒരൊറ്റൊരു കാരണം കൊണ്ട് അള്ളാഹു തആല മലക്കുകളെയും കൂടി ബദറിൻ്റെ രണാങ്കണത്തിൽ ഇറക്കി മുസ്ലിമീങ്ങളെ സഹായിക്കുകയും വലിയ വിജയം നമുക്ക് നേരിടാൻ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ബദർ എന്ന് പറയുന്നത്. റമദാൻ 17 ആ ദിവസം. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ നാം എപ്പോഴും ബഹുമാനിക്കുകയാണ്. കാരണം അവരാണ് ഈ പ്രസ്ഥാനത്തിന്, ഈ പരിശുദ്ധമായ മതത്തിന് എന്നും അഡ്രസ് ഉണ്ടാക്കി തന്നത്. അവരെങ്ങാനും അവിടെ നിന്ന് കഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അവരെങ്ങാനും അവിടെ നിന്ന് പ്രതികരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഏതൊരവസ്ഥയിലാണ് എന്നുള്ളത് നാം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ബദരീങ്ങളെ മറക്കാൻ കഴിയില്ല. യഥാർത്ഥ ഈമാനുള്ളവർ അവർ ബദരീങ്ങളാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രത്തോട് പറഞ്ഞില്ലേ, ബദറിൻ്റെ രണാങ്കണത്തിൽ സംബന്ധിച്ച മലക്കുകൾക്ക് മറ്റുള്ള മലക്കുകളെക്കാളും വലിയ പവർ അള്ളാഹു താല നൽകുന്നുണ്ട്, വലിയ ബഹുമാനം അവർക്ക് നൽകുന്നുണ്ട്.
അതേപോലെ തന്നെ സ്വഹാബികളെ കൂട്ടത്തിലും ബദറിനെ സംബന്ധിച്ച സ്വഹാബികൾക്ക് വലിയ സ്ഥാനമാണ് അല്ലാഹു തആല നൽകിയത്. അതുകൊണ്ട് ബദരീങ്ങളെ എവിടെ പിടിച്ചോ നാം എവിടെയും പേടിക്കണ്ട. ഇന്ന് നമുക്കില്ലാത്തതും നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും അത് തന്നെയാണ്. ബദരീങ്ങൾ എന്നുള്ളത് നമുക്കറിയുന്നില്ല, അവരെ വിളിക്കാൻ അറിയുന്നില്ല, അവരെ പേര് നാം പറയാറില്ല, അവരുടെ പേരിലൊരു മൗലിദ് നമുക്ക് നിന്ന് പരിചയമില്ല. പഴയ കാലത്ത് ഏത് പ്രശ്നം വന്നാണ് യാ ബദരീങ്ങളെ, യാ മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ, ആ ഉമ്മമാരാ വിളി അത് തന്നെ വലിയ കാവലാണ്. ഇന്നതില്ല. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. അപ്പം ആ ബദരീങ്ങളെ എപ്പോഴും മുറുകെ പിടിക്കുക. എപ്പോഴും കഴിയുമെങ്കിൽ ഒരു യാസീൻ, ഒന്നിലൊരു ഫാത്തിഹ ബദരീങ്ങളെ പേരിൽ അവർ നമ്മെ ഏത് സമയത്തും രക്ഷിക്കും. അള്ളാഹു നമുക്ക് ബദരീങ്ങളെ കാവൽ എപ്പോഴും നൽകുമാറാവട്ടെ. ബദറിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാൽ ധാരാളം പറയാനുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളെ എല്ലാവരും മുറുകെ പിടിക്കുക. ബദരീങ്ങളൊക്കെ ഒരു യാസീന് ഇന്നത്തെ ദിവസം നിർബന്ധമായിട്ടൊരു യാസീൻ എല്ലാവരും ഓതുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ ബദരീങ്ങളെ ബറക്കത്തും അവരുടെ കാവലും നമ്മുടെ ജീവിതത്തിലൂടെ നീളം അള്ളാഹു എപ്പോഴും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.